ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ട് അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് വാനില എസൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ലൊരു മണത്തിന് വേണ്ടി 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പലഹാരം സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ്. പിന്നെ ഇതിലേക്ക് നല്ല മധുരത്തിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കരയാണെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഞാനിവിടെ ആ ഒരു മധുരത്തിന്റെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ അരച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ഈ ഒരു നനവ് പോരാതെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചെന്ന് പറയുമ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വെള്ളം മതി. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചിട്ടെടുക്കാം. ഈ ഒരു പരുവത്തിന് കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എല്ലാ മാവും ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബോർഡിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു മാവ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആകൃതിയോ ഷേപ്പോ ഒന്നും ഇല്ലാതെ നന്നായിട്ട് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് ഗോതമ്പ് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതുപോലെ 2 അറ്റവും ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കൂടി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കാം. ഇതുപോലെ ചെയ്യുന്നത് കുറച്ച് ലെയറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ അതിന്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു 2 ഭാഗത്തെ മാവിലും കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് കൂടി കുറച്ച് ഓയിലും പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിന്റെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഷേപ്പ് ആക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ മാവും പരത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് അതിലേക്ക് ഒരു പീസ് മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓയിൽ ഒഴിച്ചു കൊടുത്താലാണ് ഇത് ഇതളായിട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ലെയറൊക്കെ തനിയെ ഇളകി വരുന്നത് കാണാൻ പറ്റും. ഇതുപോലെ എല്ലാം ചുട്ടെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബോർഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിന്റെ ലെയറൊക്കെ ഇളകി കുറച്ചൊന്ന് കുഴഞ്ഞു കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.